രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. ഉഭയസമ്മതമുള്ള ബന്ധമായിരുന്നു എന്നതിന് തെളിവില്ലെന്നും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രാഹുലിനെതിരായ പരാതി ഗുരുതരമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിപ്പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഹരിമോഹൻ, ആർ റോഷിപാൽ എന്നിവർ ചേർന്നു. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, കോടതി ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം ഇതിൽ തെളിവുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നുള്ള കാര്യമാണ്. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം അതായിരുന്നു ഇവർ പ്രധാനമായും വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിലൊരു തെളിവില്ലെന്നുകൂടി കോടതി പറയുന്നു. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? ഈ വിധിപ്പകർപ്പിൽ എന്തൊക്കെയാണുള്ളത്? സുധി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലാത്സംഗ കുറ്റത്തിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്നുള്ള കാര്യം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതായത് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള SIT കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ ആ ബലാത്സംഗ കുറ്റം ചുമത്താൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം. അതിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, കോടതിയിൽ വാദമുഖമായി ഉയർത്തിയിരുന്നു. പക്ഷേ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്നുള്ളത് നിലവിൽ ലഭിച്ചിട്ടുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതുകൊണ്ട് മാത്രം അതിൽ അതിജീവിതയ്ക്ക് ഉഭയസമ്മത പ്രകാരമുള്ള അല്ലെങ്കിൽ ഇതിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന അർത്ഥമില്ല. കാരണം ഹോട്ടൽ മുറി ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഒരു റെസ്റ്റോറന്റിൽ വെച്ചുകൊണ്ട് കൂടിക്കാഴ്ച നടത്താം അല്ലെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ അതിജീവിതയോട് ഹോട്ടൽ മുറി ബുക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അങ്ങനെയാണ് അതിൽ അതിജീവിത നേരിട്ട് ചെന്നുകൊണ്ട് ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉഭയസമ്മത പ്രകാരം ഉള്ള ബന്ധമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം കോടതി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, ഈ രാഹുലിനെതിരായിട്ടുള്ള പരാതി വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. ഇത് ആദ്യത്തെ പരാതിയല്ല, ആദ്യത്തെ കേസല്ല. പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. 1ഉം 2ഉം ബലാത്സംഗ കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് ഇതിൽ കോടതി കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നുള്ളത് നമുക്ക് വിധിപ്പകർപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഉന്നത ബന്ധങ്ങളുള്ള വ്യക്തി കൂടിയാണ് നിയമസഭാ സാമാജികനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധേന സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണത്തെ സ്വാധീനിക്കാനും ഒപ്പം തന്നെ ഈ അതിജീവിതയെ, ഇത് ഈ കേസിലെ മാത്രമല്ല മറ്റ് കേസിലെ അതിജീവിതമാരെയും ഏതെങ്കിലും നിലയ്ക്ക് സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ സൈബർ ബുള്ളിങ്ങിന് നേതൃത്വം നൽകാനോ അവരെ പിന്തിരിപ്പിക്കാനോ ഉള്ള ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യത പ്രതിയിൽ നിന്നുണ്ട് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഒരു വിധേയനെയും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദഗതികൾ മുഖവിലക്കെടുക്കുകയാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മാത്രമല്ല, ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് രാഹുൽ പെരുമാറുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി കോടതി പങ്കുവച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെയും രണ്ടാമത്തെയും കേസുകളിൽ അതിജീവിതമാരുടെ ഐഡന്റിറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതി പുറത്തിറങ്ങുകയാണ്, അതിൽ സർവ്വ സ്വാതന്ത്ര്യവും ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നീക്കം പ്രതിയിൽ നിന്നുണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അന്വേഷണം അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് നിൽക്കുന്നത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. തുടക്കം മുതൽക്ക് തന്നെ അന്വേഷണത്തോട് നിസ്സഹകരണമാണ് പ്രതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലും, കസ്റ്റഡിയിൽ എടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊണ്ടുവരുന്ന സമയത്ത് പോലും അറസ്റ്റ് നോട്ടീസിൽ ഒപ്പിടാത്ത ചില പ്രവണതകൾ പ്രതിയിൽ നിന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാവുമ്പോൾ അങ്ങനെ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുന്നത് ശരിയാവില്ല എന്ന് തന്നെ കോടതി പറയുകയാണ്. അതായത് ചോദ്യം ചെയ്യലിലുടനീളം രാഹുലിനോട് പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും രാഹുൽ അതിനൊന്നും കൃത്യമായി മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകളാകേണ്ട മൊബൈൽ ഫോൺ അടക്കമുള്ളവയുടെ പാസ്വേഡുകൾ അടക്കം നൽകാൻ രാഹുൽ തയ്യാറായിട്ടില്ല. രാഹുലിന്റെ ലാപ്ടോപ്പ് എവിടെയാണ് എന്ന് പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല. തനിക്ക് ലാപ്ടോപ്പ് ഇല്ല, പേഴ്സണൽ ലാപ്ടോപ്പ് ഇല്ല എന്നുള്ള കാര്യമാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ നിസ്സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായ മറുപടി നൽകാതെ ആണ് രാഹുൽ ഇത്രയും ദിവസം തുടർന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന് തെളിവെടുപ്പ് പൂർത്തിയായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രാഹുലിന് ജാമ്യം നൽകാൻ കഴിയില്ല. ഇനിയും കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. ആർ റോഷിപാലിലേക്ക് കൂടി പോവുകയാണ്. റോഷിപാൽ, ഇതിൽ ഇത്രയും ഹീനമായ കുറ്റകൃത്യമൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ ആളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ആൾക്കൊപ്പം നിൽക്കാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ള തെളിവാണ്. അതിജീവിതകൾ ആക്രമിക്കപ്പെടുന്നു, സൈബർ ആക്രമണം നേരിടുന്നു എന്നുള്ളത്. രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ സൈബർ ആക്രമണത്തിന്റെ ആ രീതി അടക്കം അത് ഇനി എന്ത് വന്നാലും നേരിടാം എന്നുള്ള രീതിയിൽ അടക്കമുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ അടക്കം മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റൊക്കെ രഞ്ജിത പുളിക്കലിന്റെ അറസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണെങ്കിൽ പോലും തുടരും
തുടരുകയാണ് ഈ ആക്രമണങ്ങൾ. ഇതിൽ തെളിവുണ്ട് എന്നടക്കം കോടതി ഇപ്പോൾ പറയുന്നു. കൃത്യമായിട്ട് MLA-ക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കൂടി കോടതി പറഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരിക? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കേസിൽ മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസിലെ അറസ്റ്റാണ്. അതിലാണ് ഈ ജാമ്യ ഹർജി. മറ്റ് 2 കേസുകളിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി 22-നാണ് വിധി പറയുന്നത്. ഏതായാലും ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ഇതിൽ ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിൽ സെഷൻസ് കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിക്കും. അവിടെ സമാനമായ വാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകർ ഉയർത്തും. അതേസമയം പ്രോസിക്യൂഷൻ ഉയർത്തിയ ഗുരുതരമായ വാദങ്ങളാണ്. കാരണം പരാതി നൽകിയ പെൺകുട്ടി കൈമാറിയ ഡിജിറ്റൽ തെളിവുകളുണ്ട്. അതിനൊപ്പം തന്നെ ബലാത്സംഗം നടന്നുവെന്ന് കൃത്യമായി അത് കണ്ടെത്തിയതാണ്. ക്രൂരമായ ബലാത്സംഗമാണ്. അത് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് കോടതി എത്തുന്നത്. മാത്രവുമല്ല, 1-ൽ കൂടുതൽ പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിന്റെ തെളിവ് മറ്റ് 2 കേസുകളും അതിൽ പെൺകുട്ടികൾ നൽകിയ മൊഴികളുമാണ്. മാത്രവുമല്ല, നിലവിൽ 3 പരാതികൾ വന്നെങ്കിൽ അതിൽ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ട്. കാരണം ഏറ്റവും ചുരുങ്ങിയത് 4 പെൺകുട്ടികളെയെങ്കിലും നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പെൺകുട്ടികൾ രാഹുലിന്റെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം കൂടിയാണ് അവിടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. അതെല്ലാം പരിഗണിക്കുന്നു കോടതി. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിലിലേക്ക് തന്നെ തുടരേണ്ട സാഹചര്യം വന്നത്. ഓക്കെ, വ്യക്തമാണ്. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.